ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എക്സ്പെരിമെൻ്റ് വീഡിയോയിൽ കുറച്ചൊരു 3 സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 സാധനങ്ങളോ, അതിന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ ചെറിയ ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് അധികം വൈകാണ്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം എന്താ, ഞാൻ ഇവിടെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പേപ്പർ സോപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള പേപ്പർ സോപ്സ് നമുക്ക് സെലക്ട് ചെയ്യാമേ. ഞാൻ സെലക്ട് ചെയ്യുന്ന ഇതൊരെണ്ണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇവിടെ വെക്കുക, ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. ഇതും ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നമുക്കിപ്പോൾ ആവശ്യമില്ല. വേറൊരു സാധനം കൂടിയുണ്ട്, അത് ഞാനിപ്പോൾ എടുത്തിട്ട് വരാമേ. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പെന്ന് വേണം. ഈ പെന്ന് വെച്ച് ഇവിടെ മഷി വെച്ചിട്ട് തന്നെ ഒരു ഡോട്ട് ഉണ്ടാക്കണം. ഡോട്ടല്ല, ഇങ്ങനെ മഷി കൊണ്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ കുറച്ച് വെള്ളം ഇരിക്കുന്നത്, അത് ഞാൻ തന്നെ കൊണ്ടിട്ടേണേ. ഇത് നമുക്കിവിടെ വെള്ളമാക്കി, ഒരു ബ്ലൂ കളറിലൊരു വെള്ളമാക്കി എടുക്കാമേ. എന്നിട്ട് നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് എൻ്റെ ഇത് വെച്ച് മായ്ച്ച് കളയാം. ഞാൻ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു സാധനമായിരുന്നു എന്ത്, നമ്മുടെ ഇത് നമ്മളിതാ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ബ്ലൂ കളറിൽ അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് പോകുന്നത്. ഇത് നമ്മുടെ പേപ്പർ സോപ്പായിരുന്നേ. ഞാനിവിടെ പെൻ വെച്ച് കളർ ചെയ്യുക കേട്ടോ. ഇപ്പം ഇങ്ങനെയുണ്ട് നമ്മുടെ പേപ്പർ സോപ്പ്, അടിപൊളിയായില്ലേ? ഇങ്ങനെ ബ്ലൂ ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു എക്സ്പെരിമെൻ്റ്. ഇതിന് എത്ര സാധനങ്ങൾ വേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ എക്സ്പെരിമെൻ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.